നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ വർഷം തിയേറ്ററിൽ ആളുകൾക്ക് ചില വ്യത്യസ്ത അനുഭവങ്ങൾ നൽകിയ ചില സിനിമകളെ പറ്റിയാണ്. ലിസ്റ്റിലായെത്തിയത് ബാഗി 4 എന്ന സിനിമയാണ്. ഇതിലെ നായകൻ ടൈഗർ ഷെറൂഫ് ആയിരുന്നു. അക്ഷയ് കുമാറിനെ വെട്ടി ബോംബ് സ്റ്റാർ എന്ന ടൈറ്റിൽ നിലവിൽ നമ്മുടെ ടൈഗർ ഷെറൂഫിന്റെ കയ്യിലാണ്. ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാൻ വേണ്ടിയാണ് ഈ ടൈഗർ ഷെറൂഫിന്റെ തന്നെ ആദ്യകാലങ്ങളിൽ ഹിറ്റായ പഴയ ബാഗി സിനിമയുടെ 4th പാർട്ട് ഇറക്കി അങ്ങനെയെങ്കിലും ഒന്ന് ഹിറ്റ് അടിക്കാമെന്ന് പ്ലാൻ ചെയ്തത്. നമുക്കറിയാം, പണ്ടത്തെ ഫേമസ് നടന്മാരിൽ ഒരാളായ ഈ ജാക്കി ഷെറൂഫിന്റെ മകനാണ് ടൈഗർ ഷെറൂഫ്. ഈ ടൈഗർ ഷെറൂഫിന് ചെറുപ്പത്തിലെ ഡാഡിയെ പോലെ തന്നെ സിനിമയിൽ വരണമെന്ന് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ ടൈഗർ ഷെറൂഫിന്റെ ഒട്ടുമിക്ക സിനിമ നോക്കിയാലും ആളുടെ ഇൻസ്റ്റ എടുത്ത് നോക്കിയാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആള് നിലം തൊടാതെ ഫുള്ളി ചാട്ടമാണ്. അങ്ങനെ ഫുള്ളി എയറിലാണ്. ഒട്ടുമിക്ക സിനിമയിലും ചാട്ടവും ഷർട്ടൂരിയുള്ള ബോഡി ഷോയും എന്തായാലും ഉണ്ടാവും. ഇതിന്റെ പുറകിൽ വല്ല ബാക്ക് സ്റ്റോറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് മെയിനായി 2 കാരണങ്ങളുണ്ട്. ഈ ടൈഗർ ഷെറൂഫ് ഋതിക് റോഷന്റെ വലിയൊരു ഫാനാണ്. അടുത്ത ഋതിക് റോഷൻ ആവണമെന്നാണ് നമ്മുടെ ടൈഗർ ഷെറൂഫിന്റെ വലിയൊരു ഡ്രീം. അതുകൊണ്ട് ജിമ്മിൽ പോയി ബോഡി ഉണ്ടാക്കി ഡാൻസും പഠിച്ചു. പക്ഷെ ഋതിക് റോഷൻ ആവാൻ വേണ്ട മെയിൻ കാര്യം മാത്രം പഠിച്ചില്ല, അതായിരുന്നു അഭിനയം. ഈ സ്റ്റണ്ടുകൾ പഠിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, ഡാഡിക്ക് പണ്ട് ആക്ഷൻ കിങ് എന്നൊരു പേരുണ്ടായിരുന്നു. താൻ ഡാഡിയേക്കാൾ വലിയ ആക്ഷൻ കിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പാർക്കർ സ്റ്റണ്ടുകൾ, മാർഷൽ ആർട്സുകൾ തുടങ്ങി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിച്ചത്. ടൈഗർ ഷെറൂഫ് പറയുന്നത് തന്റെ ഈ സ്റ്റണ്ടുകളെല്ലാം കണ്ട് ഹോളിവുഡ് സിനിമയിൽ നിന്ന് വേൾഡ് ഫേമസ് ക്യാരക്ടറായ സ്പൈഡർമാൻ ആവാൻ വരെ തന്നെ മാർവൽ കമ്പനി വിളിച്ചിട്ടുണ്ടെന്നാണ്. മാർവൽ കമ്പനി പണ്ട് തങ്ങൾക്കൊരു ടീനേജർ സ്പൈഡർമാനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു ഓഡീഷൻ വെച്ചിരുന്നു. ഈ ഒരു പരസ്യം കണ്ട് ഒരുപാട് ആളുകൾ തങ്ങളുടെ ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്തു. ഇതിൽ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ടൈഗർ ഷെറൂഫും ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്തു. ടൈഗർ ഷെറൂഫ് മാത്രമായിരിക്കില്ല, ഇന്ത്യയിൽ നിന്ന് എന്തായാലും പല ആളുകൾ ഫോട്ടോസും വീഡിയോസും അയച്ചിട്ടുണ്ടാവും. അങ്ങനെ ടൈഗർ ഷെറൂഫ് പറഞ്ഞു താൻ ഒരു ഫേമസ് ഡാഡിയുടെ മകനാണ്. വേൾഡ് ഫേമസ് ആക്ടേഴ്സിനെ താൻ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും ജാക്കി ചാന് വരെ തന്റെ മാർഷൽ ആർട്സുകൾ വളരെ ഇഷ്ടമാണെന്നും സ്പൈഡർമാൻ ചെയ്യുന്ന എല്ലാ സ്റ്റണ്ടുകളും താൻ ചെയ്യാമെന്നും ഇതുവഴി നിങ്ങൾക്ക് VFXന്റെ പണം ലാഭിക്കാമെന്നും ടൈഗർ ഷെറൂഫ് പറഞ്ഞു. അവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ടൈഗർ ഷെറൂഫ് മാക്സിമം പൊക്കിയടിച്ചിട്ടുണ്ട്. ടൈഗർ ഷെറൂഫ് പറയുന്നത് താൻ അയച്ചു കൊടുത്ത വീഡിയോസ് എല്ലാം മാർവൽ കമ്പനിക്ക് വളരെ ഇഷ്ടമായി. സ്പൈഡർമാൻ ആവുന്നതിന്റെ തൊട്ടടുത്ത് വരെ ഞാൻ എത്തി. പക്ഷെ ജസ്റ്റ് മിസ്സിനത് ടോം ഹോളണ്ട് എന്ന നടന് കിട്ടി. ടോം ഹോളണ്ട് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ തനിക്ക് കിട്ടിയാനെ എന്നാണ് ടൈഗർ ഷെറൂഫ് പറയുന്നത്. ടൈഗർ ഷെറൂഫ് പറയുന്നത് ശരിയാണോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം, മാർവൽ കമ്പനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ അവരത് കണ്ടിട്ട് തന്നെ ഫോൺ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ടുണ്ടാവാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ 2017 സ്പൈഡർമാൻ ഹോം കമ്മിങ് എന്ന സിനിമയിൽ ഹിന്ദി ഡബിങ്ങിൽ സ്പൈഡർമാൻ ക്യാരക്ടറിന് ശബ്ദം നൽകിയത് നമ്മുടെ ടൈഗർ ഷെറൂഫ് ആയിരുന്നു. ബാഗി 1 സിനിമ ഇറങ്ങിയത് 2016 അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. ഭൂരിഭാഗം സീനുകളും കേരളത്തിൽ ഷൂട്ട് ചെയ്തതാണ്. ഇതിലൂടെ ടൈഗർ ഷെറൂഫിന് ചെറിയൊരു ഫാൻ ബേസും ഉണ്ടായി. ഗേൾ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു ഈ ഒരു സിനിമയുടെ സ്റ്റോറി. പിന്നീട് 2018 ബാഗി 2 എന്ന സിനിമ ഇറങ്ങി. ഇതിൽ മകളെ തട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു സ്റ്റോറി. ഇതും കുഴപ്പമില്ലാത്തൊരു വിജയം നേടി. 2020 ബാഗി 3 എന്ന സിനിമ ഇറങ്ങി. ചേട്ടനെ തട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു ഇതിന്റെ സ്റ്റോറി. ഇതും കൂടി കണ്ടപ്പോൾ ആളുകൾക്ക് ഭ്രാന്ത് കയറി. ആരാടാ ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വിടുന്നത്? അടുത്ത സിനിമയിൽ ഡയറക്ടറെ തട്ടിക്കൊണ്ടു പോകുന്നതാണോടാ എന്ന ആളുകൾ ചോദിച്ചു തുടങ്ങി. പക്ഷെ എന്നിട്ടും ഇവര് പഠിച്ചില്ല. ബാഗി 4ന്റെ സ്റ്റോറി ഗേൾ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടു പോകുന്നതായിരുന്നു. ആളുകൾക്ക് മനസ്സിലായി ഇവരൊന്നേന്ന് വീണ്ടും തുടങ്ങാനുള്ള പ്ലാനാണ്. ഇനിയും ഈ ഒരു ബോംബ് വേണ്ടെന്ന് പറഞ്ഞ് ആരും തിയേറ്ററിൽ പടം കാണാൻ പോയില്ല. പടം ശരിക്കും ഒരു ബോംബായി വീടിന്റെ ആധാരം വരെയും പോയി. ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ എയറിൽ കയറിയ ഒരു സീനായിരുന്നു മാർവൽ സിനിമയിൽ നിന്ന് തന്നെ കോപ്പി അടിച്ച ഈ ഒരു സീൻ. എന്തൊക്കെയായാലും ഇനി ഭാഗ്യം ഇറങ്ങാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ടൈഗർ ഷെറൂഫിന്റെ കാര്യമാണ്. അടുത്ത സിനിമയാണ് പരം സുന്ദരി. ഈ ഒരു സിനിമയ്ക്ക് 60 കോടി ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. സിനിമയുടെ കളക്ഷൻ 80 കോടിക്കടുത്താണ്. സിനിമ പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ലെങ്കിൽ ബഡ്ജറ്റ് എങ്കിലും തിരിച്ചു കിട്ടിയിരുന്നു. ഈ ഒരു സിനിമയുടെ സ്റ്റോറി കേരളത്തിലാണ് നടക്കുന്നത്. സിനിമയിലെ നായകൻ ഒരു ഡേറ്റിംഗ് ആപ്പ് കണ്ടുപിടിക്കുന്നു. ശേഷം തനിക്ക് മാച്ച് ആവുന്ന ആൾ എവിടെയുണ്ടെന്നറിയാൻ സ്വന്തം ഫോട്ടോ എടുത്ത് ഡേറ്റിംഗ് ആപ്പിൽ ഇട്ടു. അങ്ങനെ കേരളത്തിലെ ഒരു ലേഡിയുമായി ഇത് മാച്ചായി. ശേഷം കേരളത്തിലേക്ക് വരുന്നു. ആ തനി മലയാളിയായ ലേഡിയെ എങ്ങനെയോ വളച്ചെടുക്കുന്നു. ശേഷം കല്യാണം കഴിക്കുന്നു. ഇതായിരുന്നു സിനിമ. ഇത് നോർത്തിലോ വലിയൊരു വിജയം നേടിയില്ല. അപ്പോൾ മലയാളി ഓഡിയൻസിനെങ്കിലും പിടിക്കാമെന്ന് കരുതിയാണ് കേരള തീം ആഡ് ചെയ്തത്. അവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെയെങ്കിലും കിട്ടുമെന്ന് കരുതി. പക്ഷെ മലയാളി ഓഡിയൻസ് ആണെങ്കിൽ ഇത് ഇറങ്ങിയതേ അറിഞ്ഞില്ല. മാത്രമല്ല, ഈ ഒരു സിനിമ OTT വന്നപ്പോൾ ഇതിലെ മലയാളം ഡയലോഗ്സ് കേട്ട് ഫോൺ വലിച്ചെറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ഈ ഒരു സിനിമയിലെ പല ഡയലോഗുകളും ഈ ഒരു സിനിമയും
മൊത്തത്തിൽ അങ്ങ് എയറിൽ കയറി. കേരള മലയാളം മോഹൻലാൽ, തമിഴ്നാടു തമിഴ് രജനികാന്ത്, ആന്ധ്ര തെലുഗു അല്ലു അർജുൻ, കർണാടക കന്നഡ യശ്. അടുത്തത് 2 സിനിമകളാണ്. രണ്ടും ഒരേ ടൈപ്പ് സിനിമ തന്നെയാണ്. ഇവന്മാർ ഈ ഒരു ടൈമിലും ഇങ്ങനെയുള്ള സിനിമകൾ ഇറക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. ആദ്യത്തേത് ബോധിനി എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്തെന്നാൽ, ഒരു കോളേജിൽ ആര് ലവ് ചെയ്താലും അവരെല്ലാവരും ചത്തുപോകുന്നു. ഇതിനെല്ലാം കാരണം ആ ഒരു കോളേജിന്റെ ഫ്രണ്ടിലായി ഒരു മരം നിൽക്കുന്നുണ്ട്. പണ്ടൊരു സ്റ്റുഡന്റ് ആ ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങി ചത്തിരുന്നു. ആ ഒരു സ്റ്റുഡന്റിന്റെ ബോയ് ഫ്രണ്ട് തന്നെ കെട്ടിത്തൂക്കി കൊന്നതാണ്. അപ്പോൾ ആര് ലവ് ചെയ്താലും ഈ ഒരു പ്രേതം കൊല്ലും. ഈ ഒരു കോളേജിൽ ലവ് ഫെയിലിയർ ആയ ഒരുത്തനുണ്ട്. അവനെയാണെങ്കിൽ ഈ ഒരു പ്രേതം ലവ് ചെയ്യുന്നു. ചത്തട്ട് വരെ തിരിച്ചു വന്ന് ലവ് ചെയ്യുന്നു. അപ്പോൾ കോളേജിന്റെ ടീം പ്രേതത്തെ പിടിക്കാനായി ഒരു മന്ത്രവാദി ഇറക്കുന്നു. ആ ഒരു മന്ത്രവാദിയാണ് നമ്മുടെ സഞ്ജയ് ദത്ത്. ആളൊരു ന്യൂജൻ മന്ത്രവാദിയാണ്. ഹൈ ടെക്നോളജി യൂസ് ചെയ്താണ് ആള് പ്രേതത്തെ പിടിക്കാൻ വരുന്നത്. ഓരോ പ്രേതത്തെ കൊല്ലാനും പ്രത്യേക വെപ്പൺസ് യൂസ് ചെയ്യും. മോതിരം വെച്ചിടിക്കുന്നു, കോടാലി വെച്ച് വെട്ടുന്നു, ഉത്സവ പറമ്പിൽ പിള്ളേർ കളിക്കുന്ന LED ബൾബ് കത്തിച്ച പ്രത്യേക വെപ്പൺസ് വരെ ഇയാളുടെ കയ്യിലുണ്ട്. മെഷീൻ ഗണ്ണ് വെച്ച് വരെ പ്രേതത്തെ കൊല്ലുന്നു. പക്ഷെ ഇങ്ങനെ കൊല്ലുന്നതെല്ലാം ആൺപ്രേതങ്ങളെയാണ്. പെൺപ്രേതങ്ങൾ വരുമ്പോൾ അവരോടൊരു വ്യത്യസ്തമായ രീതിയാണ്. അങ്ങനെ സഞ്ജയ് ദത്ത് ഇവിടെ ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രേതത്തെ പിടിക്കാൻ വരികയാണ്. പ്രേതത്തെ ട്രാക്ക് ചെയ്യാൻ ഉത്സവ പറമ്പിലെ വാച്ചും തോക്കുമുണ്ട്. പിന്നീട് ഒരു ഫൈറ്റ് നടക്കുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും ആ ഒരു പയ്യനെ വിട്ട് പ്രേതം പോകുന്നില്ല. ലാസ്റ്റ് ആ മരത്തിന്റെ ചുറ്റും ഒരു ന്യൂജൻ കളമെല്ലാം വരച്ച് സഞ്ജയ് ദത്തും പ്രേതവും തമ്മിൽ അവിടെ കിടന്ന് വലിയൊരു ഇടി നടക്കുന്നു. പിന്നെയാണ് സഞ്ജയ് ദത്തിന് മനസ്സിലാവുന്നത് ഈ ഒരു പ്രേതം സഞ്ജയ് ദത്തിന്റെ പണ്ടത്തെ വൺ സൈഡ് ലവറാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഓൾറെഡി ചത്ത പ്രേതത്തെ വീണ്ടും കൊന്നു. അങ്ങനെ ഈ ഒരു പടം കഴിഞ്ഞു. 30 കോടി ബഡ്ജറ്റിൽ വന്ന് 10 കോടിയാണ് തിരിച്ചു കിട്ടിയത്. അടുത്ത സിനിമയാണ് ഈ വർഷം പുറത്തിറങ്ങിയ താമ എന്ന സിനിമ. ഈ ഒരു നാട്ടിൽ ഒരുപാട് വാമ്പിയേഴ്സ് ഉണ്ട്, അഥവാ ഡ്രാക്കുള. ഈ ഡ്രാക്കുളാസ് അല്ല, ദുഷ്ടന്മാരായ ആളുകളുടെ ബ്ലഡ് കുടിക്കൂ എന്ന് ഡിസിഷൻ എടുക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ ആളുകളെല്ലാം കൂടി തമ്മി തല്ലുന്നു. നല്ലവരായ ആളുകളൊന്നുമില്ല, എല്ലാം വെടക്കായ ആളുകളാണ്. ഇവരുടെ ചോര കുടിച്ചാൽ നമ്മൾ ചത്തുപോകുമെന്ന് പറഞ്ഞു ഇവരങ്ങനെ ആ ഒരു പരിപാടി തന്നെ അങ്ങ് നിർത്തി. അങ്ങനെ എല്ലാവരും റിട്ടയർഡായി പല പല കാട്ടിൽ പോയി ഒളിക്കുന്നു. പിന്നീട് നായകനെ കണ്ടുമുട്ടുന്നു. അവിടെ വെച്ചൊരു ഐറ്റം ഡാൻസ്. പിന്നീട് നായകൻ വണ്ടി ഇടിച്ച് ചത്തുപോകുന്നു. നായകനെ കടിച്ച് ഡ്രാക്കുളയാക്കുന്നു. ഡ്രാക്കുള ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നെയും ഒരു ഐറ്റം ഡാൻസ്. പിന്നീട് ഒരു വില്ലൻ വാമ്പയറുമായി ഒരു ഫൈറ്റ്. വില്ലൻ വാമ്പയർ ചത്തു. പിന്നെയും ഒരു ഐറ്റം ഡാൻസ്. അങ്ങനെ ഈ ഒരു പടം കഴിഞ്ഞു. ഈ ഒരു സിനിമ കഴിയുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഫോൺ വരെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടത് ഏറ്റവും വലിയ എയർ മൂവീസ് കമന്റ് ചെയ്യുക.